എല്ലാ മാന്യ പ്രേക്ഷകർക്കും RJS ബ്ലോഗ്സിലേക്ക് എൻ്റെ ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വ്യത്യസ്ത രീതിയിലുള്ള ഒരു നെത്തോലി തോരനാണ്. അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ: നെത്തോലി, തേങ്ങ 1 കപ്പ്, ജീരകം 1/2 സ്പൂൺ, വെളുത്തുള്ളി 5 ഇതളുകൾ 5 എണ്ണം, ഇഞ്ചി ചതച്ചത് 1 സ്പൂൺ, മല്ലിപ്പൊടി 1/2 സ്പൂൺ, മുളക് പൊടി 2 സ്പൂൺ, ഉള്ളി. ഇതാണ് ഇതിൻ്റെ ചേരുവകൾ. പിന്നെ നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ വേറൊരു ചേരുവ കൊണ്ട് വേണമെന്നുള്ളവർക്ക് ചേർക്കാം കറി മസാല. അതിവിടെ ആർക്കും ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് ഞാൻ ചേർക്കാം. പക്ഷേ അത് ചേർത്താൽ നല്ല രുചിയാണ്. പിന്നെ പച്ചമുളക് ചേർക്കാം, അത് ഞാൻ ഇവിടെ ചേർക്കുന്നില്ല. മുളക് കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് എടുത്ത് കടിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ശരിയാക്കാവുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഈ ചേരുവകളെ എല്ലാം, കറിവേപ്പില ഒഴിച്ചുള്ള എല്ലാ ചേരുവകളും മിക്സിയിൽ ആദ്യമായിട്ട് ഇടണം. ഉള്ളി, മഞ്ഞൾപ്പൊടി, ജീരകം, മല്ലിപ്പൊടി, മുളക് പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ തേങ്ങ. 1/2 മുറി തേങ്ങയാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. പിന്നെ അതിൽ നമുക്ക് ഇതിൻ്റെ പ്രധാന രുചിക്കൂട്ടായ നെത്തോലി, ഇത് അരച്ച് പകുതിയാകുമ്പോൾ മാത്രമേ ഇത് ഇടാവുള്ളൂ. അല്ലെങ്കിൽ അരഞ്ഞ് വെള്ളം കണക്കായി പോവും. പിന്നെ അത് തോരനായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ഇതിൽ ആവശ്യമുള്ളവർക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് മിക്സിയിലൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ. അപ്പോൾ ഇത് ഈ പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. അരഞ്ഞു പോകരുത്. അരഞ്ഞു പോയാൽ ഇത് തോത്തിയെടുക്കാൻ പറ്റുകയില്ല. വേറെ പിന്നെ കുഴ അവിയൽ കണക്കായിപ്പോവും. അതുകൊണ്ട് ഇങ്ങനെയുള്ള പരുവത്തിൽ വേണം എടുക്കാനായിട്ട്. പിന്നെ തേങ്ങയുടെ രീതി അനുസരിച്ചിരിക്കും. പിന്നെ നാളികേരം എടുക്കുമ്പോൾ വിളവ് കുറഞ്ഞ നാളികേരം എടുക്കരുത്. നല്ല ഉണക്ക തേങ്ങ തന്നെ ആയിരിക്കണം, എങ്കിലേ രുചിയും വരുവുള്ളൂ. പിന്നെ നമുക്ക് തോരനായിട്ട് എടുക്കാനും പറ്റുള്ളൂ. അല്ലാത്തത് അല്ലെങ്കിൽ വേറൊരു രൂപത്തിലായിപ്പോവും. അപ്പോൾ ഈ കൂട്ട് ഇതുപോലെ എടുക്കണം. പിന്നെ അതിന് ശേഷം നമുക്കിത് മാറ്റി ഒരു പാത്രത്തിലോട്ട് ആക്കണം. ഒരു പാത്രത്തിലോട്ട് ആക്കിയതിന് ശേഷം നമുക്ക് നെത്തോലി ചതച്ചെടുക്കാം. അത് അരക്കറക്കേ ആവാവുള്ളൂ. ഇപ്പോൾ സാധാരണ നമ്മൾ ഈ ചെയ്യുമ്പോൾ അറിയാമല്ലേ ഏത് രീതിയിലോട്ടൊക്കെ പോകുമെന്ന്. അതുകൊണ്ട് അത് മനസ്സിലാക്കി നമ്മൾ ഈ നെത്തോലി അരപ്പരുവത്തിനെടുക്കണം. ഇത്രയും കൂട്ടാണ് എടുക്കാനുള്ളത്. 1/2 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ തേങ്ങയുടെ 1/2 മുറി തേങ്ങ. പിന്നെ വലുപ്പം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഇപ്പോഴത്തെ ഈ നാളികേരത്തിൻ്റെ വലിയ നിമിത്തം ഞാനിത് കുറച്ച് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ഒന്ന് ചതച്ചുകൊണ്ട് വരാം. പ്രേക്ഷകരെ, മഴയുടെ ആരംഭമായിട്ടുണ്ട്. അതുകൊണ്ടാണ് നാം പെട്ടെന്ന് ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഈ പരുവത്തിലെടുക്കണം. എടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ, ഈ കൂട്ടെല്ലാം കൂടെ ഒരു പാത്രത്തിലാക്കി, സാധാരണ നമ്മൾ അടുക്കളയ്ക്കകത്തൊക്കെ കൈ കൊണ്ടാണ് വരവുന്നത്. പക്ഷേ ഇത് പ്രേക്ഷകരെ കാണിക്കുമ്പോൾ അവർക്കൊരു ഇത് തോന്നും, കൈ കൊണ്ടിട്ട് വരവി കാണിക്കുന്നത്. അതുകൊണ്ട് സ്പൂൺ കൊണ്ടാണ് ഇളക്കുന്നത്. ഇവിടെ എൻ്റെ പ്രിയ കൂട്ടുകാരി എന്നെ ഒരു കമൻ്റ് ഇട്ടിരുന്നു, കൈ കൊണ്ട് ഒന്നും എടുക്കരുത്. പിന്നെ സൗണ്ട് ഇല്ല. ചിലപ്പോൾ നമ്മുടെ ഈ ഫോണുകളെല്ലാം ചിലപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാണും. വയസ്സായ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ചിലപ്പോൾ സൗണ്ടൊക്കെ കുറഞ്ഞു. അത് എന്നോടൊന്ന് ക്ഷമിക്കണം. അല്ലാതെ അതൊരു ആക്ഷേപ രൂപത്തിൽ കമൻ്റ് ഇട്ടാൽ നമുക്കത് മനപ്രയാസം ഉണ്ടാകും. ഇതുപോലെ ആക്കിയെടുക്കണം. ഇതുപോലെ ഇതെല്ലാം കൂടെ കുഴച്ചെടുക്കണം. എന്നിട്ട് ഒരു 2 സ്പൂൺ എണ്ണ ഒഴിക്കണം. ഇവിടെയും കുറയുകയും ചെയ്യാം, ആവശ്യത്തിന് ഒഴിക്കാം. ഓരോരുത്തർക്കും ഓരോ സിസ്റ്റങ്ങളാണ്. എന്നിട്ട് അതിൽ എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇടുക. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം വറ്റൽ മുളക് ഇടുക. വറ്റൽ മുളക് ഇട്ടതിന് ശേഷം കറിവേപ്പില ഇടുക. വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് അതിൻ്റെ രുചി അറിയിക്കണം. ഇതിൽ
സ്പെഷ്യലായിട്ട് നല്ല മുളക് ചേർക്കാം, പിന്നെ കറി മസാല ചേർക്കാം. ഉപ്പ് ഇതിൽ ചേർത്തിട്ടുണ്ട്. അരച്ച കൂട്ടത്തിൽ ഉപ്പ് കൂടെ ഇതിൽ ചേർത്താണ് അരച്ചത്. എന്നിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് തോർത്തിയെടുക്കാം. ഇത് വളരെ എളുപ്പവും വളരെ രുചികരമായ ഒരു ഭക്ഷണം, ഒരു കറി, ഒരു എന്താണ് പറയണോ, ഒരു കൂട്ടാനുമാണിത്. നാടൻ ഭാഷ പറഞ്ഞാൽ കൂട്ടാനുമാണ്. പിന്നെ കൂടുതൽ ജോലിയില്ല. നെത്തോലി നുള്ളി കഴുകിയെടുക്കുന്ന പാടേ ഉള്ളൂ. പിന്നെ വേറെ ജോലികളൊന്നും ഇതിലില്ല. പിന്നെ ഇങ്ങനെ ഇളക്കി നമ്മൾ തോരൻ ഉണ്ടാക്കുന്ന കണക്ക് ഉണ്ടാക്കാം. വയ്ക്കരുത്, അടച്ചു വയ്ക്കാൻ വിയർത്തിൽ നിന്ന് വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ അത് തോരാൻ പാടാണ്. അതുകൊണ്ടാണ് ഇത് തുറന്ന് തന്നെ വെച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ല മണവും പിന്നെ എല്ലാം വരുന്നുണ്ട്. പക്ഷേ കൂട്ടുകൾ കുറച്ചുകൂടെ നമുക്ക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ കറി മസാല ചേർത്താൽ കുറച്ചുകൂടെ മണം വരും. ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കണം. ഒരു 10 മിനിറ്റ് ഇളക്കണമെങ്കിൽ ഇത് നല്ല രുചിയിലോട്ട് നല്ല മൂത്ത് വരുള്ളൂ. ചതച്ചതും ഈ തേങ്ങയും ഇതിൻ്റെ കൂട്ടുകളെല്ലാം നല്ലവണ്ണം മൂത്ത് വരണം, എങ്കിലേ ഇതിൻ്റെ നല്ല രുചി കിട്ടുകയുള്ളൂ. പിന്നെ ഒരു കാരണവശാലും നാളികേരത്തിൻ്റെ വിളവ് കുറഞ്ഞ നാളികേരം ഉപയോഗിക്കരുത്. ഇതുപോലെ വരും, ചമ്മന്തി കണക്ക് വരും. ചമ്മന്തി വറുത്ത് പൊടിക്കുന്ന കണക്ക് വരും. അപ്പോൾ നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ രുചി ഒന്ന് നോക്കാം. കുറച്ചുകൂടെ ഇളകി കൊടുക്കാം. കൂട്ടുകാരെ, നമ്മുടെ നെത്തോലി തോരൻ റെഡി ആയിട്ടുണ്ട്. ഇവിടെ പ്രായമുള്ള, അതായത് 77 വയസ്സുള്ള ഒരു കർഷകനുണ്ട്. സ്കൂളിൽ പോയിട്ടില്ല, അതുകൊണ്ട് പിന്നെ കൃഷിപ്പണിയിലിട്ട് അദ്ദേഹം ഇങ്ങനെ തുടർന്ന് പോയി. അത് നോക്കുമ്പോൾ നല്ല രുചി പറഞ്ഞു തരും. കൊള്ളാന്നാണ് പറയുന്നത്. കർഷകനത് ഗൗരവത്തിലാണ്. കൊള്ളാന്ന് പറഞ്ഞിട്ട് കയറിപ്പോയി. അപ്പോൾ ഇനി എൻ്റെ മരുമകൾക്ക് അത് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ട. മരുമകൾക്ക് നോക്കേണ്ട രുചിയുണ്ടെന്നാണ് മരുമകൾ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ എടുക്കണം. ഇനി ഞാൻ നോക്കട്ടെ. നേരത്തെ നോക്കിയിട്ട് ശരിയായിട്ടില്ല. ഇപ്പം അതിൻ്റെ രുചി വന്നിട്ടുണ്ട്. കൊള്ളാം. കൂട്ടുകാരൊക്കെ വരുമ്പോൾ ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പം കൂട്ടുകാരുടെ നിർദ്ദേശപ്രകാരമാണ് ഇതൊന്നും ഉണ്ടാക്കി കാണിക്കാൻ പറഞ്ഞത്. വളരെ നെത്തോലി നുള്ളി കഴുകി അതിൻ്റെ മുള്ളെടുക്കുന്ന പാടേ ഉള്ളൂ. പിന്നെ നല്ലവണ്ണം കഴുകി എടുക്കണം. അതിനുശേഷം ഇതെല്ലാം കൂടെ നമ്മൾ എടുത്ത് വെച്ച് ഇത് മിക്സിയിൽ അരച്ചെടുക്കുന്ന ഒരു പാടേ ഉള്ളൂ. പിന്നെ നമുക്ക് അറിയാമല്ലോ, നമ്മൾ ഈ ഗ്യാസിൽ വെച്ച് ഇങ്ങനെ ഞാൻ പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കണം. ഒരു 10 മിനിറ്റാണ് ഇത് ഇളക്കി കൊടുത്തത്. ചെറിയ തീയിൽ വെച്ച്, വലിയ തീയിൽ വയ്ക്കരുത്, മൂട്ടിൽ പിടിക്കും. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ച് 10 മിനിറ്റ് ഇതിനെ ഇളക്കി അടയ്ക്കരുത്. അടച്ചാൽ ഇതിൻ്റെ വെള്ളം അതിനകത്ത് ഇറങ്ങി അത് തോരാതെ വരും. അതുകൊണ്ട് തുറന്ന് വെച്ച് തന്നെ ഇളക്കി നമ്മൾ കൂടെ നിന്ന് കരിയാതെയും വേറൊന്നും പൊടികളൊന്നും വീഴാതെയും സൂക്ഷിച്ച് ഇതിനെ ഇളക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ നെത്തോലി തോരൻ റെഡിയായിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അടുത്ത കാലത്ത് തന്നെ മഴയില്ലെങ്കിൽ, മഴ കാരണം എനിക്ക് കഴിഞ്ഞ ആഴ്ചയൊന്നും തുടർന്നു പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ താമസിച്ചാണ് ഇത് ഉണ്ടാക്കിയത്. എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇതിൻ്റെ രുചി ഒന്ന് അറിയിക്കണം. എല്ലാ പേർക്കും നന്ദി, നമസ്കാരം. അടുത്ത കാലത്ത് ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. എല്ലാ കൂട്ടുകാരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഈ പ്രായം ചെന്ന് 63 വയസ്സുള്ള ഒരു കിളവിയാണ് ഞാൻ, എന്നോട് പൊറുക്കണം. പ്രേക്ഷകർ എന്നെ വെറുക്കരുത്, തൊഴുകയോടെ ഞാൻ പറയുകയാണ്.